പിന്നെ എണ്ണം പിടിക്കാൻ നല്ലത് എപ്പോഴും വിരലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖുദു തസ്ബീഹ ബിയമീനിഹി. നബി തന്റെ വലത്തെ വിരലുകൾ കൊണ്ട്, വലത്തെ കൈ കൊണ്ടായിരുന്നു ഇങ്ങനെ എണ്ണം പിടിക്കാറുണ്ടായിരുന്നത് എന്ന്. അതിൽ തന്നെ റസൂലുള്ളാഹ് ചില സ്ത്രീകളോട് ഇങ്ങനെ പറയുകയുണ്ടായി എന്ന് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ് വലാ തഗ്ഫൽന ഫതൻതൈന അത്തൗഹീദ് വറഹ്മ വഅഖുദ്ന ബിൽ അനാമിൽ ഫഇന്നഹുന്ന മസ്ഊലാത്തിൻ വമുസ്തൻതഖാത്തിൻ. റവാഹു അബൂ ദാവൂദ്. നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തഖ്ദീസും ഒക്കെ നിർവഹിക്കുക, അശ്രദ്ധരാവരുത്. നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുമ്പോൾ, നിങ്ങൾ അത് ഒഴിവാക്കി കളയുമ്പോൾ നിങ്ങളൊരു വലിയ പുണ്യം നഷ്ടപ്പെടുത്തലാകുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. അതിന് നബി രണ്ട് കാരണം പറഞ്ഞു. ഒന്ന്, ഈ വിരലുകൾ ഫഇന്നഹുന്ന മസ്ഊലാത്ത് വമുസ്തൻതഖാത്ത്, ചോദിക്കപ്പെടുന്ന അവയവമാണ് വിരലുകൾ. ഈ വിരലുകൾ അതേപോലെ തന്നെ സംസാരിക്കാൻ ശേഷി നൽകപ്പെടുന്ന അവയവമാകുന്നു വിരലുകൾ. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗവും പരലോകത്തും സംസാരിക്കുന്ന ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മനുഷ്യന്റെ കൈ സംസാരിക്കുമെന്ന് സൂറത്ത് യാസീനിലുണ്ട്, അല്ലെ? നമുക്കൊക്കെ അറിയാം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. മനുഷ്യന്റെ കൈകൾ വർത്തമാനം പറയും. വതശ്ഹദു അർജുലുഹും, അവന്റെ കാലുകൾ സാക്ഷി പറയും. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ തൊലികൾ, മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചർമ്മങ്ങളുണ്ട്, തൊലി. ഈ തൊലി നാളെ പരലോകത്ത് വെച്ച് സ്ഫുടമായി സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്. തൊലി സംസാരിക്കും. അപ്പൊ മനുഷ്യൻ ചോദിച്ചു പോകുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ. മനുഷ്യൻ ചോദിച്ചു പോകും ഈ തൊലിയോട്. തൊലി ഇങ്ങനെ വർത്താനം പറയുന്നത് വെച്ചിട്ട്, അല്ല നിങ്ങൾ എന്താ വർത്താനം പറയുന്നത്? നിങ്ങൾക്ക് എവിടുന്ന് അതിന് കഴിവിട്ടിയത്? ഞങ്ങളാരും എന്ത് വിചാരിച്ചില്ലല്ലോ. ഞങ്ങളെ ഈ തൊലി, ചർമ്മം, ഞങ്ങളിങ്ങനെ എണ്ണയും തേച്ചിങ്ങനെ മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഈ സാധനത്തിന് മിണ്ടാനുള്ള ശേഷിന്റെ ഇപ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. എവിടുന്നാ നിങ്ങൾക്ക് ഇതിന് കഴിവിട്ടിയത് എന്ന് ബേജാറും വെപ്രാളത്തോടുകൂടെ മനുഷ്യനും തൊലിയുമായിട്ടൊരു വർത്തമാനം അവിടെ വെച്ച് നടക്കുന്നതാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ഈ വർത്തമാനം കേട്ടിട്ട് തൊലി അതിന് മറുപടി പറയും. ആരാൾക്ക് പറയുന്നത്? പടച്ചതമ്പുരാൻ. ഖാലൂ, മനുഷ്യന്റെ തൊലി സംസാരിക്കുന്നു. അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാനുള്ള ശേഷി നൽകിയതായിരിക്കുന്നു റബ്ബുൽ ആലമീൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കും സംസാരിക്കാനുള്ള ശേഷി തന്നു. അതിൽ കവിഞ്ഞിവിടെ ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ വിചാരിച്ച നാവുണ്ടായാലും വർത്താനം പറയല്ലോ. എന്നാൽ ഈ ലോകം അതല്ല, ഇവിടെ പലതിനും പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് കൈ സംസാരിച്ചു. ഭൂമി അടക്കം സംസാരിക്കുന്ന ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി, സ്ഥലം, മണ്ണ്, കല്ല്, ചരൽക്കല്ലുകൾ, സകല വസ്തുക്കളും സംസാരിക്കുന്ന ലോകമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വർത്താനൊക്കെ പറയുന്ന ഈ സാധനം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇങ്ങനെയാണ്, പടച്ചോനെ ഇവൻ എന്നെ ഉപയോഗിച്ച് നിന്നെ സുബ്ഹാനല്ലാഹ് എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പുറത്തു കൊടുക്കുന്ന ഈ വിരലാണ് സാക്ഷി പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ എണ്ണം പിടിക്കുന്നത് വേറെ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഇതുകൊണ്ട് ആക്കിക്കോണം. അപ്പൊ അതാണ് ആ വിഷയത്തിൽ എല്ലാവർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എണ്ണം പിടിക്കാൻ നല്ലത് അവനവന്റെ വിരലുകൾ തന്നെയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിനോട്, മക്കയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുഫ്തിയാണ്, അദ്ദേഹത്തോട് ചില ആളുകൾ ഈ മുസബ്ബഹത്ത് ഉപയോഗിക്കുന്നതിന്റെ വിധിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മുസബ്ബഹത്ത് അറിയാൻ തസ്ബീഹ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി തർക്കുഹാ ഔല, അത് ഒഴിവാക്കലാണ് നല്ലത്. ഈ തസ്ബീഹ് ഒഴിവാക്കുന്നതാണ് നല്ലത്. വഖദ് കരിഹഹാ ബഅദു അഹ്ലിൽ ഇൽമി, ചില ആലിമീങ്ങൾ അത് കറാഹത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. വൽ അഫ്ളലു അത്തസ്ബീഹു ബിൽ അസാബിഇ, ഏറ്റവും ശ്രേഷ്ഠമായത് വിരലുകൾ ഉപയോഗപ്പെടുത്തി എണ്ണം പിടിക്കുന്നതാണ്. കമാ കാന യഫ്അലു ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് നബി ചെയ്തതിന് സ്ഥിരപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ഉറപ്പില്ലാത്തതിന്റെ പിന്നാലെ പോകാതിരിക്കലാണ് നല്ലത്. അപ്പൊ അവനവന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് അദ്ദേഹം ഫത്വ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി. അദ്ദേഹം തന്റെ സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫ എന്ന കിതാബിൽ 1-ാം വാള്യം 117-ാം പേജിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലൗലം യകുൻ ഫിസ്സുബ്ഹ ഇല്ലാ സയ്യിഅ വാഹിദ. ഈ തസ്ബീഹ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി ഒരൊറ്റ തിന്മ മാത്രമേ ഉള്ളൂ എന്ന് വന്നാലും ആ ഒരു തിന്മ തന്നെ മതി നമുക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചത് എന്ന് സ്വഹീഹായ ഹദീസിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഈ തസ്ബീഹ് ഒഴിവാക്കുമ്പോൾ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തലായില്ലേ? നബി വിരലുകൊണ്ട് എണ്ണം പിടിച്ചു എന്നുള്ള ആ സുന്നത്ത് നഷ്ടപ്പെടുത്തലാവുമല്ലോ ഈ മാല ഉപയോഗിക്കുമ്പോൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഒഴിവാക്കലാണ് നല്ലത്, ഈ മാല കൊണ്ട് എണ്ണം മറിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹവും ഫത്വ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ ഇവിടെയൊക്കെ ഇത് ഒരാൾ മാല കൊണ്ട് ഇനിയിപ്പോ സുബ്ഹാനല്ലാഹ് എഴുതി അൽഹംദുലില്ലാഹ് എഴുതി ഹറാമാണെന്നോ ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ഒരു ഏറ്റവും നല്ലത് എന്താണ്, അവനവന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ്. ഒരാൾ മാല കൊണ്ടാ പിടിക്കുന്നതെങ്കിലോ അനുവദനീയമാണ്, കുഴപ്പമില്ല, നമ്മളതിനെ എതിർക്കല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നല്ലത് എപ്പോഴും അവനവന്റെ കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ്. അതാണ് പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയണം. ചില നാടുകളിലൊക്കെ ഈ തസ്ബീഹ് ഇങ്ങനെ വെറുതെ മണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഇബാദത്തായിട്ട് ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. അതേതായാലും വിഡ്ഢിത്താണ്, വിദ്വേഷമാണ്. എങ്ങനെ ഒന്നും ചെല്ലുണ്ടാവില്ല. അങ്ങനെ കണ്ടില്ല ചില ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടാവും, അതിന്റെ അടുത്ത് ഇത് ഇങ്ങനെ മറിയുന്നുണ്ടാവും. ഇതെന്തൊരു അത്ഭുതം തോന്നാറില്ല നമുക്ക്. വർത്തമാനം ഇങ്ങനെ കലത്തിലായിട്ട് നടക്കുമ്പോൾ ഇത് ഇങ്ങനെ മറിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ കള്ളുടിക്കുമ്പോഴും ഉണ്ടാവും ഇത് ഇങ്ങനെ മറിയുന്നു. അപ്പൊ ഒന്നും ചൊല്ലുന്നില്ല, ഇതിങ്ങനെ വെറുതെ മറിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഇബാദത്താണെന്ന് ചില ആളുകൾ വിചാരിച്ചു പോയി. ഇസ്ലാമിൽ അതിന് യാതൊരു തെളിവുമില്ല, യാതൊരു അഡ്രസ്സും അതിനില്ല. ഏതോ ചില ആളുകൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു അനാചാരമായിരിക്കാം എന്നതല്ലാതെ ഇസ്ലാമികമായി അതിന് യാതൊരു നിലനിൽപ്പില്ല.